പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള ഒരു അവസരം. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്ത്. ക്വാറി മാഫിയയുടെ പച്ചയായ നിയമലംഘനത്തിനെതിരെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിക്ക് ഒപ്പം നിന്ന് സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ദളിത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MN ഗോപി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ നിർവാഹക സമിതി അംഗവും യൂത്ത് ഫ്രണ്ട് ജില്ലാ ഭാരവാഹിയുമായ V സുമേഷ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PA ഇബ്രാഹിം എന്നിവർ പറഞ്ഞു. ക്വാറികളിൽ നിന്നും അമിതഭാരം കയറ്റിപ്പോകുന്ന ടോറസ് ലോറികൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്നും ചേലക്കരയെ മറ്റൊരു ചൂരൽമലയാക്കാൻ സമ്മതിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയും കേരള കോൺഗ്രസ് ഇവിടെ ഉറപ്പുവരുത്തുകയാണ്. കാരണം ചേലക്കര നിവാസികളുടെ വലിയ ഒരു വിഷയമാണ് കോറി വിഷയം. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ചേലക്കരയിൽ നാമമാത്രമായ കോറികൾ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 6ഓളം കോറികളാണ് നമ്മുടെ ഈ ഒരു വില്ലേജിൽ 2 കിലോമീറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേലക്കര പഞ്ചായത്തിൽ പുതിയതായി 20 കോറികൾക്കാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ചേലക്കരേനെ ഒരു വയനാടും ചൂരൽമലയുമാക്കാൻ കേരള കോൺഗ്രസ് ഒരിക്കലും തയ്യാറല്ല. കോറി മുതലാളിയുടെ ഏത് ബാർ മുതലാളിയാണെങ്കിലും കോറി മുതലാളിയാണെങ്കിലും ആ ഭീഷണിക്ക് ഒന്നും എന്തായാലും വകവയ്ക്കാതെ അതിശക്തമായ സമരവുമായി ഈ വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി പോകുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ഇവിടെ ഉറപ്പ് കൊടുക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു സർക്കാരല്ല കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത്. ഏത് വധഭീഷണി മുഴക്കിയ ബാർ മുതലാളിയാണെങ്കിലും കോറി മുതലാളിയാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് വേണ്ട എല്ലാ നടപടിയും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഈ സമരസമിതിയോട് ചേർന്നുകൊണ്ട് കോറിക്കെതിരെയുള്ള സമരവുമായി ഞങ്ങൾ ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ ഉറപ്പ് പറയുകയാണ്. പ്രകൃതിക്ഷോഭം മൂലം ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മഴക്കാലത്ത് പോലും പ്രകൃതിയുടെ ദുരിതം മൂലം കുറച്ച് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. പല മേഖലകളിലും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ചേലക്കര പഞ്ചായത്തിൻ്റെ പരക്കാട് വെങ്ങാനല്ലൂർ പ്രദേശത്ത് കുറേ കാലങ്ങളായി അനധികൃത കോറികളും ലൈസൻസുള്ള കോറികളൊക്കെ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 10-20 കോറികൾക്ക് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. എന്തായാലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കോറി മുതലാളിമാരും കോറിക്കാരൊക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വധഭീഷണി മുഴക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകൃതിയോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ളതാണ്. അത്തരം ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അനധികൃതമായ കോറികളൊക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളും പാർട്ടികളൊക്കെ ഒരുപാട് പരാതികളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി. എന്നാൽ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെ പേരിൽ ഇത്തരം കോറി മാഫിയ സംഘങ്ങളും മറ്റുള്ളവരൊക്കെ അനധികൃതമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ടോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനെ വളരെ കാര്യമായി തന്നെ ഇതിൻ്റെ പ്രകൃതി സംരക്ഷണ സമിതി ആളുകൾ ഇടപെട്ടു. ഇപ്പോൾ തുടങ്ങിയതല്ല അവരുടെ സമരം. ഈ ചേലക്കരയുമായി ബന്ധപ്പെട്ട ആളുകൾ, ചേലക്കരയുമായി പ്രദേശത്തുള്ള ആളുകൾ, ചേലക്കരയിൽ സാധാരണക്കാരായ കൃഷിക്കാരും പാവപ്പെട്ടവരും
വളരെ സൈലൻ്റായി, വളരെ സൗമ്യമായി, വളരെ സമാധാനപരമായി ജീവിക്കുന്ന ആളുകളുമാണ്. അത്തരം ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും അനധികൃതമായ ക്വാറികൾ രാജ്യത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്നും അത്തരം ക്വാറികൾക്ക് പ്രവർത്തനത്തിന് അനുമതി കൊടുക്കുന്ന പഞ്ചായത്തോ മറ്റ് ഭരണസമിതികളോ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ആയതിനടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ജിയോളജി വകുപ്പിനും അധികൃതർക്കൊക്കെ പരാതി നൽകി. ഏകദേശം ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 100 വണ്ടികളാണ് ഈ ക്വാറികളിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്കൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആർക്കും കഴിയാത്ത തരത്തിലായിക്കും. ഒരു വാഹനമെടുത്ത് പുറത്തിറക്കാൻ കഴിയില്ല. ടോറസുകളുടെ നീണ്ട നിരയാണ്. 2-3 സർക്കാർ വിദ്യാലയങ്ങൾ രാജ്യത്ത് സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികളൊക്കെ വളരെ കൂട്ടകൂടമായി കാൽനട യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുഞ്ഞു മക്കൾ ഈ ലോറികളുടെ മരണപ്പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 100-200 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ അധികാരികൾ കണ്ണടച്ചുകൊണ്ട് എന്ത് നിരക്കാണെന്നൊന്നും ഞങ്ങളറിയില്ല. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറയണം. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അസുഹൃത്തികമായ അനുമതി കൊടുക്കണമെന്നും ആ വണ്ടികളെ അനുമതി കൊടുക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ വ്യക്തമാക്കാം. എന്തായാലും വളരെ വ്യക്തമായ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം ആവശ്യപ്പെട്ടും 10-20 ക്വാറിക്ക് വേണ്ടി അനുമതിക്ക് അപേക്ഷിച്ച ആളുകൾക്ക് ക്വാറിക്ക് അനുമതി കൊടുക്കരുതെന്നും അനധികൃതമായ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുമതി നിഷേധിക്കണമെന്നും അത്തരം ക്വാറികൾക്ക് അനുമതി കൊടുക്കാതെ നിലവിലുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംരക്ഷണ സമിതി ഇപ്പോൾ സമരത്തിന് രൂപം കൊടുക്കുകയും അതിനെതിരെ പരാതി കൊടുക്കുകയും. എന്നാൽ അത്തരം സംരക്ഷണ സമിതികൾക്ക് എതിരെ ഈ ഗുണ്ടാ മാഫിയ സംഘങ്ങളും ക്വാറി മാഫിയ സംഘങ്ങളും ബാലമുതലാളിമാരുൾപ്പെടെ കൂട്ടം കൂടിക്കൊണ്ട് ഒത്താശ ചെയ്തുകൊണ്ട് അവർക്കെതിരെ വധഭീഷണി മുഴക്കി എന്നുള്ളത് ചേലക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത്തരം മാഫിയ സംഘങ്ങളിൽ ഈ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. അവരാരായാലും ശരി, ഏത് മാഫിയ സംഘങ്ങളായാലും ശരി, ഏത് ബാർ മുതലാളികളായാലും ശരി, ഏത് ക്വാറിക്കാരായാലും ശരി, എത്ര ഉന്നതനായാലും ശരി, അവനൊക്കെ ഞങ്ങൾ അതേപോലെ തന്നെ നേരിടാൻ ഈ സംരക്ഷണ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ സംരക്ഷണ സമിതിക്ക് എല്ലാവിധ സപ്പോർട്ടും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. എല്ലാ സഹായങ്ങളും കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പിന്തുണ സമിതിക്ക് ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ, റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള അവസരം. ഹോം അപ്ലയൻസസിൽ 2000 രൂപയിൽ മുകളിൽ വരുന്ന എല്ലാ പർച്ചേസിലും കൂപ്പണിലൂടെ നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാം. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ടാറ്റ ടിയോഗ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് മാത്രമല്ല ഓഫർ, മറ്റു പർച്ചേസിനും ഓഫർ ഉണ്ട്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗ്രൈൻഡർ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം.